ഇതേപോലെ നിങ്ങളുടെ ശരീരത്തെ കറുപ്പിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി ശരീരം മുഴുവൻ നല്ല നിറം വെപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എളുപ്പമാർഗം ഒന്ന് ചെയ്തു നോക്ക്. കണ്ടോ, തുടക്കത്തിലെ തന്നെ ലൈവ് ചേഞ്ചസ് കാണിച്ചിട്ടാണ് കാര്യത്തിലേക്ക് പോകുന്നത്. ഇതേപോലെ നിങ്ങളുടെ ശരീരത്തെ കറുപ്പിനെ ഇല്ലാതാക്കി ശരീരം നിറം വെപ്പിക്കാൻ സാധിക്കും. കണ്ടോ, കറുപ്പ് തുടച്ചു മാറ്റിയത് കണ്ടോ, നിങ്ങൾക്കും സാധിക്കും. എന്താണെന്ന് പറയാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെറും 5 മിനിറ്റ് നിങ്ങൾ മാറ്റിവെക്ക്. ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ 5 മിനിറ്റ് മുന്നേ കണ്ടവർ പോലും ചോദിക്കും, വാവ് ഇതെന്താണെന്ന് ചോദിക്കും. അതേപോലെ മാറ്റം നൽകുന്ന ഒരു കിടിലൊരു സംഭവമാണ് പറയുന്നത്. ഫുൾ ബോഡിയിൽ ഉണ്ടാവുന്ന അൺഇവൻ സ്കിൻ ടോണും പിഗ്മെന്റേഷനും ഒക്കെ ഇല്ലാതാക്കി ഫുൾ ബോഡിക്ക് നിറം വെപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൊരു സംഭവം. ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ ഇനി ഒരിക്കലും നിങ്ങളുടെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യില്ല. നിങ്ങളുടെ ഫുൾ ബോഡിക്ക് നിറം വെക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്താൽ മതി. എന്താണ് സംഭവം എന്ന് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ വിലപ്പെട്ട ഒരു ഹൃദയവും ലൈക്കും എനിക്ക് തരാനും മറക്കല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഫുൾ ബോഡിക്ക് നിറം വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഈ പറയുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്താൽ മതി. 5 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ബോഡി വെട്ടിത്തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ഒരു രീതിയിലുണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും. കെമിക്കൽ കാര്യങ്ങളല്ല, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതെല്ലാം ചേർക്കുന്നത്. എന്തായാലും സമയം കളയണ്ട, ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കാര്യത്തിലേക്ക് പോകാം. അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. നമുക്ക് പാക്ക് തയ്യാറാക്കിയാലോ. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കണം. അതിലേക്ക് നമുക്ക് വേണ്ടത് ഡോവിൻ്റെ സോപ്പാണ്. ഗ്രേറ്റ് ചെയ്ത ഡോവിൻ്റെ സോപ്പ് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഡോവിൻ്റെ സോപ്പ് ചേർത്ത് അതിനുശേഷം റൈസ് പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുക. റൈസ് പൗഡർ ആണെങ്കിലും മിൽക്ക് പൗഡർ ആണെങ്കിലും നമ്മുടെ ഡെഡ് സ്കിൻ ഇല്ലാതാക്കാൻ സാധിക്കും. അതിനുശേഷം ഓറഞ്ച് പീൽ പൗഡറാണ് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂണോളം. അങ്ങനെ ഓറഞ്ച് പീൽ പൗഡർ ചേർത്തു. നമ്മളെല്ലാവരും സോപ്പ് ഉപയോഗിച്ച് ശരീരത്തിൽ നിന്ന് അഴുക്കിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നത്. ഒരിക്കലും സോപ്പ് നിറം വെക്കാൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ ഡോവിൻ്റെ സോപ്പ് ഉപയോഗിച്ചാൽ നിങ്ങളുടെ സ്കിൻ നല്ലപോലെ വെട്ടിത്തിളങ്ങും. അങ്ങനെ അടുത്തതായി ഞാൻ ചേർത്തത് കടലമാവിൻ്റെ പൊടിയാണ് ചേർത്തത്. പിന്നെ മിക്സ് ആക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തൈരും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ എവരിഡേ ഉപയോഗിക്കേണ്ട. സമയം കിട്ടുമ്പോൾ വല്ലപ്പോഴും ഒക്കെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ ഫുൾ ബോഡിക്ക് നല്ല പോലെ മാറ്റം നേടാൻ ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് സാധിക്കും. എന്തായാലും ഇട്ടിട്ടുള്ള മാറ്റം കാണിക്കാം. ഇവിടെ ഞാൻ എൻ്റെ കാലുകളിലാണ് ഇടുന്നത്. ഇതേ രീതിയിൽ നിങ്ങളുടെ ഫുൾ ബോഡിയിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തൊരു 1 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യുക. ഉണങ്ങാൻ വേണ്ടി ഒരു 3 മിനിറ്റ് വെക്കുക. കഴുകുമ്പോൾ സോപ്പോ ഒന്നും ഉപയോഗിക്കേണ്ട. ഓൾറെഡി അത് സോപ്പ് ഇൻക്ലൂഡാണ്. നോർമൽ വാട്ടറിൽ കഴുകുമ്പോൾ കാണാം സ്കിന്നിൻ്റെ ആ ഒരു തിളക്കം. നിങ്ങളുടെ സ്കിന്നിന് നിറം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഇത് ചെയ്താൽ മതി. ഫുൾ ബോഡിക്ക് മാറ്റം നേടാൻ വേറെ ഒന്നും വേണ്ട കൂട്ടുകാരെ. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്താലോ. ഒരു 3 മിനിറ്റിന് ശേഷം ഞാൻ കഴുകിയിട്ടുള്ള മാറ്റം കാണിക്കാം. അങ്ങനെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. കഴുകുമ്പോൾ കണ്ടോ സ്കിന്നിൻ്റെ ആ ഒരു ചേഞ്ചസ് കണ്ടോ? നേരത്തേതിനെക്കാട്ടിലും നല്ല പോലെ മാറ്റം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബാത്റൂമിൽ വെച്ചിട്ട് എടുത്തതുകൊണ്ട് ചെറിയ ഇരുട്ട് ഉണ്ട്. പക്ഷെ എന്നാലും നല്ല മാറ്റം എനിക്ക് ലൈവായിട്ട് കാണാൻ സാധിച്ചു. കൂട്ടുകാർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ. 2 കാലം നമ്മളുടെ വ്യത്യാസം കണ്ടോ? ലൈവ് ചേഞ്ചസ് ഒക്കെ കണ്ടോ? ഫുൾ ബോഡിക്ക് മാറ്റം നേടിയതും കണ്ടോ? നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടെ ഫുൾ ബോഡിക്കും മാറ്റം നേടാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് സാധിക്കും. എന്തായാലും അത് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ. പിന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും കൂട്ടുകാരെ പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.